നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഇരുവള്ളിപ്ര റെയിൽവേ അടിപ്പാതയിൽ നവീകരണ പ്രവർത്തനത്തിന്റെ സമയപരിധി കഴിഞ്ഞിട്ടും നിർമ്മാണം മാത്രം നടന്നില്ല. പ്രതിഷേധവുമായി നാട്ടുകൂട്ടം. ദേശീയപാതയെയും TK റോഡിനെയും ബന്ധിപ്പിക്കുന്ന തിരുമൂലപുരം കറ്റോട് റോഡിലെ ഇരുവള്ളിപ്ര റെയിൽവേ അടിപ്പാതയിലെ റോഡ് തകർച്ച പരിഹരിക്കുന്നതിനും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുമായി റെയിൽവേ നടത്തേണ്ട നിർമ്മാണ പ്രവൃത്തികൾ സമയപരിധി കഴിഞ്ഞിട്ടും ആരംഭിക്കാത്തത് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരോടും ഇവിടുത്തെ ജനതയോടും റെയിൽവേ കാട്ടുന്ന തുടർച്ചയായുള്ള അവഗണനയുടെ ഭാഗമാണെന്ന് നാട്ടുകൂട്ടം ഭാരവാഹികൾ പറഞ്ഞു. നിരവധി ആരാധനാലയങ്ങളും സ്കൂളുകളും ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ നിത്യേന കടന്നു പോകുന്ന ഈ അടിപ്പാതയിൽ കോൺക്രീറ്റ് തകർന്ന കമ്പികൾ തെളിഞ്ഞ നിലയിലാണ് പലയിടത്തും. വാഹനങ്ങളുടെ ടയറുകൾ ഇതിനു മുകളിലൂടെ കയറി പഞ്ചറാകുന്നത് ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. നാട്ടുകാർ റെയിൽവേ അധികൃതർക്ക് നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാസങ്ങൾക്ക് മുൻപ് റെയിൽവേ റോഡ് സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ ഹുമാൻഷു ഗോസ്വാമി ഇവിടം സന്ദർശിക്കുകയും എത്രയും വേഗം അടിപ്പാതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനായി ഈ റോഡ് വഴിയുള്ള ഗതാഗതം കഴിഞ്ഞ മാസം 27 മുതൽ ഫെബ്രുവരി 16 വരെ നിരോധിച്ചുകൊണ്ട് റെയിൽവേ ബന്ധപ്പെട്ട അധികൃതർക്കെല്ലാം നോട്ടീസ് നൽകിയിരുന്നു. സമയപരിധി അവസാനിച്ചിട്ടും റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചില്ല എങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് നാട്ടുകൂട്ടം ഭാരവാഹികൾ പറഞ്ഞു. നാട്ടുകൂട്ടം ജനറൽ കോർഡിനേറ്റർ സോജ കാർഡോസിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം പൊതുപ്രവർത്തകൻ VR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നാട്ടുകൂട്ടം ഭാരവാഹികളായ ഷിബു ഫിലിപ്പ്, എബി പീറ്റർ, സാൻസി ജേക്കബ്, ഷാജി എബ്രഹാം, സോമൻ PV, ഫിലിപ്പ് എബ്രഹാം, രാജൻ ഗീവർഗീസ്, ആന്റണി ലാസർ, രവീന്ദ്രൻ AK, ഷൈനി ബിജു, മുരളി ദിവാകരൻ, നിഷാമണി, തമ്പി PV, കുഞ്ഞുഞ്ഞമ്മ വർക്കി, ജോയ് വർഗീസ്, തോമസ് ബേബി, ബാബു തൊമ്മി, അച്ഛൻ കുഞ്ഞു തോമസ്, മോനച്ചൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.